സർ, ഞാനൊരു സോഷ്യൽ സ്റ്റഡീസ് ടീച്ചറാണ്. പ്രൈമറിയിലാണ് പഠിപ്പിക്കുന്നത്. സാറ് പറഞ്ഞിരുന്നല്ലോ ഒരു ടീച്ചർ ഒരു പെർഫോമർ ആവണമെന്ന്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളെ പറ്റി പഠിപ്പിക്കേണ്ടുന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഓരോ സ്റ്റേറ്റുകളും വളരെ പെർഫോം ചെയ്ത് തന്നെ പഠിപ്പിച്ചു. മീൻസ് കുട്ടികളെ ഞാൻ പറയും, നമുക്ക് പോകാനുള്ള ട്രെയിൻ ദാ റെഡിയായി കിടക്കുന്നു, നമുക്ക് ട്രെയിനിൽ കയറാം. നമ്മളെല്ലാവരും ട്രെയിനിൽ കയറി പോന്നു, കാഴ്ചകൾ കാണുന്നു, ഓരോ സ്റ്റേറ്റിലും ചെല്ലുന്നു, അവിടുത്തെ ഓരോ കാഴ്ചകൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇതെന്റെ ഒരു ബിറ്ററായിട്ടുള്ള ഒരു അനുഭവമായി മാറി. കാരണം കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഇത് പഠിച്ചിരുന്ന 3 കുട്ടികൾ ഈ സ്ഥലം കാണാനായി തനിയെ പുറപ്പെട്ടു. ഇത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുകയും എന്നോട് ബാക്കി ടീച്ചേഴ്സ് വാൺ ചെയ്തു, ഇനി മേലിൽ ഇങ്ങനെ പഠിപ്പിച്ചേക്കരുത്. അത് കഴിഞ്ഞ് ഞാൻ മുംബൈക്ക് പോയി. എന്റെ ഹസ്ബൻഡ് റിട്ടയർമെന്റ് പാർട്ടി ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങ് കുട്ടികളോട് ഇത് പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, ഈ പ്ലെയിനിൽ കയറുന്നതും. ടീച്ചേഴ്സ് പറഞ്ഞു, ടീച്ചറെ അടുത്ത വേല ഒപ്പിച്ച് വെക്കരുതും. ഞാൻ മിണ്ടിയില്ല. ക്ലാസ്സിൽ ചെന്നോ പിള്ളേരെല്ലാം ചോദിച്ചു, മിസ് മുംബൈക്ക് പോയിട്ട് വിശേഷം ഒന്നും പറയുന്നില്ലേ? ഞാൻ പറയുമ്പോ ഒന്നു മക്കളെ. ടീച്ചർ പറഞ്ഞ കാര്യം വളരെ സറ്റയർ ആയിട്ടുള്ള ഒരു തമാശയുള്ള കാര്യമാണെങ്കിൽ പോലും ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ ടീച്ചറോട്, ടീച്ചർ ആദ്യം പറഞ്ഞ അതുപോലെ ചെയ്യണം. മറ്റുള്ളവർ എന്ത് നമ്മളെ പറ്റി ചിന്തിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ സംതൃപ്തി അല്ല പ്രധാനം, നമ്മുടെ സംതൃപ്തിയാണ് പ്രധാനം.